ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ വ്യക്തിത്വത്തെ കുറിച്ച് ഒക്കെ അല്പ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും അതിനോട് തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ആളത്വം അത് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. ഒരു വ്യക്തി സാക്ഷ്യം പറയുന്നത് പോലെ വിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 15:26 അപ്പോസ്തല പ്രവൃത്തികൾ 20:23 ഒക്കെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതേപോലെ അറിയിച്ചു തരുന്നു എന്നതാണ്. യോഹന്നാൻ 16:13 15 അക്കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. കൂടാതെ വാദിക്കുന്നു, അഡ്വക്കേറ്റിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, വാദിക്കുന്നു. റോമാലേഖനം 8 മറ്റുമൊക്കെയായി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 14:26 അതാണ് പറയുന്നത്. കൂടാതെ ഇച്ഛിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 12:11 അതാണ് പറയുന്നത്. കൽപ്പിക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 10:20 അക്കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നു. അത് റോമാലേഖനം 15:32 നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ പഠിപ്പിക്കുന്നു. ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:26 അതാണ് പറയുന്നത്. കൂടാതെ ഉപദേശിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4:1 അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9:31 അതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. കൂടാതെ നിയോഗിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:27 അക്കാര്യം വ്യക്തമാക്കുകയാണ്. നിർബന്ധിക്കുന്നു. വിശുദ്ധാത്മാവ് നമ്മെ പലപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. അത് മർക്കോസ് 1:12 പറയുന്നു. ചില കാര്യങ്ങൾ വിലക്കുന്നു. തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മെ വിലക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:6-7 വാക്യങ്ങൾ. ഒരുപക്ഷെ തെറ്റിലേക്ക് പോകുമ്പോഴാകാം, ഒരുപക്ഷെ നമുക്ക് പോകരുതാത്ത സ്ഥാനത്തേക്ക് പോയി നമുക്ക് എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ചിലത് വിലക്കും. ചിലപ്പോൾ ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത് നല്ലതായി തോന്നാം, പക്ഷെ പരിശുദ്ധാത്മാവ് അത് തടയും. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ വിലക്കുന്നത് എന്ന് നാം പിന്നീടായിരിക്കും മനസ്സിലാക്കുന്നത്. ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവ്. റോമാലേഖനം 8:27 അതാണ് പറയുന്നത്. കൂടാതെ വിളിക്കുന്നു. ഗലാത്യ ലേഖനം 4:6 വാക്യം. കൂടാതെ ചിലപ്പോൾ നാം ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർത്ത് ദുഃഖിക്കുന്നു. അതാണ് ഗലാത്യ ലേഖനം 4:6 കാണുവാനായിട്ട് കഴിയുന്നത്. കൂടാതെ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥത ചെയ്യുന്നു. റോമാലേഖനം 8:26 അതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുന്നത് പോലെ ഇത് ഒരു പ്രത്യേക ശക്തിയായിട്ടോ മറ്റോ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയെ പോലെ നമ്മോട് കൂടെ നടന്ന് നമുക്ക് വേണ്ടി നമ്മോട് കൂടെ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും, അപ്പോൾ തന്നെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ ഏകനായ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നമുക്കിവിടെ എല്ലാം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മരുപ്രയാണ യാത്രയിൽ നമ്മൾ ഏകരായിട്ടല്ല. കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ചുവോ അതേപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന്റെ കൂടെ, ദൈവമക്കളുടെ കൂടെ അതേ നടക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ പരിപൂർണമായി
ഏൽപ്പിച്ചു കൊടുത്താൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് ദൈവാകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹാ.